ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നൊമ്പരങ്ങളെല്ലാം നൊമ്പരങ്ങളാണെങ്കിലും ചില നൊമ്പരങ്ങളെ നാം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നത് അവ നമ്മെ സൗഖ്യത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കും എന്നുള്ളതുകൊണ്ടാണ്. നോമ്പിൻ്റെ നൊമ്പരങ്ങൾ നമ്മെ വിശുദ്ധിയുടെ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന പടവുകളായതുകൊണ്ടാണ് നാം അതിനെ ആദരപൂർവ്വം സ്വീകരിക്കുന്നത്. നോമ്പനുഭവങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് സഹനങ്ങൾ ഏറ്റെടുത്ത് ക്രിസ്തുവിനോട് കൂടെ മരിച്ച് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ്. ഈ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ. അല്പസമയത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് സഭയായി ഹോശന്ന ഞായർ കൊണ്ടാടുന്നു. എല്ലാ എപ്പിസ്കോപ്പൽ സഭകൾക്കും പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകൾക്കും ഹോശന്ന ഞായർ, പീഡാനുഭവ വാരം, ഉയർപ്പ് ഞായർ എന്നിവ വളരെ പ്രധാനമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജയോത്സവമായ യെരുശലേം പട്ടണ പ്രവേശനം ആഘോഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഹോശന്ന ഞായർ. ഈ സംഭവം അനുഗ്രഹകരമായ ആത്മീയ സത്യങ്ങൾ നമുക്ക് ഇന്നും നൽകുന്നു. യേശുവും ശിഷ്യന്മാരും ഗലീലയിൽ നിന്നുള്ള മറ്റ് അനേകം തീർത്ഥാടകരും യെരുശലേമിലേക്ക് കാൽനടയായി യാത്ര ചെയ്യുന്നതായി വായനാഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെസഹ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് യാത്ര. അവർ ബെത്ഗാഫയിൽ എത്തി. ബെത്ഫാഗയും ബെഥാനിയയും സമീപ ഗ്രാമങ്ങളാണ്. ഒലിവുമലയുടെ കിഴക്കേ ചരിവിലാണ് ഈ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. യെരുശലേം പട്ടണത്തിന് വളരെ സമീപത്തായിരുന്നത് കൊണ്ട് നടന്നു തന്നെ പട്ടണപ്രവേശനം സാധ്യമായിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് കർത്താവ് വളരെ ഉദ്ദേശശുദ്ധിയോടെ മനഃപൂർവ്വമായി കാൽനടയാത്ര നിർത്തി ഒരു കഴുതയുടെ പുറത്ത് കയറി യാത്ര തുടരുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പെൺകഴുതയെയും കുട്ടിയെയും കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ മറ്റ് സുവിശേഷങ്ങളായ വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കോസിൻ്റെയും സുവിശേഷകർ കഴുതക്കുട്ടി എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. സെക്കരിയാവ് 9:9 പറയുന്നത് പോലെ യേശുവിൽ പ്രവചനം നിവൃത്തിയാകുന്നു എന്ന് അറിയിക്കുവാനാണ് പെൺകഴുതയും അതിൻ്റെ കുട്ടിയും എന്ന് വിശുദ്ധ മത്തായി എഴുതിയിരിക്കുന്നത്. എല്ലാ സുവിശേഷങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരണങ്ങളിലും ഊന്നലുകളിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും സംഭവത്തിൻ്റെ സാരാംശം ഒന്നു തന്നെയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ വിവരണത്തിലൂടെ ഈ സംഭവം നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, അധികാര സങ്കല്പങ്ങൾ തിരുത്തുന്ന ഹോശന്ന. തള്ളപ്പെട്ടതിനെ ചേർക്കുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യേശു തൻ്റെ യെരുശലേം പട്ടണ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് ഒരു കഴുതയെയാണ്. മറ്റു രാജാക്കന്മാർ തിരഞ്ഞെടുക്കുന്നത് പോലെ കുതിരയെയോ ആനയെയോ അല്ല. താൻ സമാധാനത്തിൻ്റെ രാജാവും സൗമ്യതയുള്ള രാജാവുമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി മാത്രമല്ല, തൻ്റെ മുൻതൂക്കവും തെരഞ്ഞെടുപ്പും ദർശനവും ആർക്കും വേണ്ടാത്തവരെയും ആർക്കും വേണ്ടാത്തതിനെയും ചേർക്കുന്നതിനും കൂടിയാണ് എന്നറിയിക്കാനുമാണ്. മനുഷ്യർ തള്ളിക്കളയുന്നതിനെ വിലയേറിയതായി കണ്ട് സ്നേഹത്തോടെ സ്വീകരിക്കുന്ന യേശു, വിഴുപ്പുഭാണ്ഡം ചുമക്കുന്ന നിർഗിഷ്ടമായ ജോലി ചെയ്യുവാനേ കഴുതയെ അന്നും ഇന്നും മനുഷ്യൻ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ അങ്ങനെ മനുഷ്യന്റെ മുൻപിൽ വിലയില്ലാത്ത കഴുതയെ യേശു തൻ്റെ രാജകീയ യാത്രയ്ക്ക് വാഹനമാക്കുകയാണ്. മനുഷ്യർ നമ്മെ തള്ളിക്കളഞ്ഞാലും യേശു നമ്മെ തള്ളിക്കളയുകയില്ല.
അവൻ നമ്മെ അവനെ വഹിക്കുന്ന ദൂതുവാഹികളാക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരെയും നിസ്സാരരായി കരുതരുതെന്നും എല്ലാവരെയും ദൈവത്തിന് ആവശ്യമാണ് എന്നുമാണ് കഴുതയെ വാഹനമായി തിരഞ്ഞെടുത്തത് മൂലം യേശു നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നത്. രണ്ടാമതായി, നൈസർഗികമായ ആരാധന. യെരുശലേമിന്റെ തെരുവീതിയിലൂടെ കഴുതപ്പുറത്ത് പോകുമ്പോൾ വഴിയരികിലുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രം കഴുതയുടെ പുറത്ത് വിരിച്ച് ഈ പ്രതികരണത്തിന് തുടക്കമിട്ടു. രാജാവായി വരുന്ന യേശുവിനെ ബഹുമാനിക്കുകയും ഉന്നതവാനായി കാണുകയും തങ്ങൾക്കുള്ളത് കൊടുത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നു. പരപ്രേരണയില്ലാതെ നിർമ്മല മനസ്സോടുകൂടെയുള്ള പ്രതികരണമാണ് ശിഷ്യന്മാരും ജനങ്ങളും നൽകിയത്. ആരാധന എപ്പോഴും നിർവ്യാജവും ആത്മാർത്ഥതയുള്ളതും നൈസർഗികവുമായിരിക്കണം. ആരാധനയിൽ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും നമ്മെ തന്നെയും നമുക്കുള്ളവയെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതാണ് ആരാധന. പരപ്രേരണയില്ലാതെ നമ്മിൽ താനെ ഉളവാകുന്ന സമർപ്പണവും ആശ്രയബോധവുമാണ് ആരാധന. ജനങ്ങൾ പരപ്രേരണയില്ലാതെ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുകയും മരത്തിന്റെ ചില്ലകൾ വെട്ടി വഴിയിൽ വിതറിയുമാണ് തങ്ങൾക്ക് യേശുവിനോടുള്ള ഭക്തി പ്രകടിപ്പിച്ചത്. അതുമാത്രമല്ല, ഇപ്പോൾ രക്ഷിക്ക എന്ന അർത്ഥത്തോടെ ഹോശന്ന എന്നും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തു ചൊല്ലുകയും ചെയ്തു. നമ്മുടെ ദേവാലയ ആരാധനകളും കുടുംബ പ്രാർത്ഥനകളും നിർവ്യാജവും നൈസർഗികവുമായ അനുഭവമായി രൂപാന്തരപ്പെടണം. ഈ ഹോശന്ന നാള് നമ്മുടെ ജീവിതത്തെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നതാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കിപ്രകാരം നമ്മുടെ യേശുവിനോട് പ്രാർത്ഥിക്കണം. യേശുവേ, നീ മശിഹായാണെന്ന് വിശ്വസിപ്പാനും തള്ളപ്പെട്ടവരെ ചേർക്കുന്ന ദൈവമാണെന്ന് അറിയുവാനും നിന്നെ നിർവ്യാജമായി ആരാധിപ്പാനും വീണ്ടും വരവിൽ വിശ്വസ്തരായി കാണപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.